കോഴിക്കോട് ജില്ലയിലെ വളരെ മനോഹരമായൊരു ബീച്ചാണ് ബേപ്പൂർ ബീച്ച്. സഞ്ചാരികൾ നിർബന്ധമായും വന്നിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട ഒരുപാട് പ്രത്യേകതകൾ ഈ ബീച്ചിനുണ്ട്. കോഴിക്കോട് ജില്ലയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബേപ്പൂർ ചരിത്രപരമായ വ്യാപാര ബന്ധങ്ങൾ, സമ്പന്നമായ സമുദ്ര പൈതൃകം, പ്രകൃതി സൗന്ദര്യം, പരമ്പരാഗത ഒരു നിർമ്മാണ വ്യവസായം, സമുദ്ര സിൽക്ക് റൂട്ട് എന്നിവയ്ക്ക് പേരുകേട്ട തീരദേശ പട്ടണമാണ്. ചാലിയാർ നദിയുടെ അഴിമുഖത്താണ് മെറീന ബീച്ച് എന്നറിയപ്പെടുന്ന ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അക്കരെ ചാലിയവും ഇക്കരെ ബേപ്പൂരുമായി ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നു. വിനോദസഞ്ചാരികളെ വഹിച്ചുകൊണ്ട് കുതിച്ചു പായുന്ന സ്പീഡ് ബോട്ടുകളെ നമുക്കിവിടെ നിന്ന് കാണാം. ബോട്ട് സർവീസ് ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ്. ഈ കടൽ തീരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഇവിടുത്തെ പുലിമുട്ട്. ഇത് കൂട്ടിയിട്ടിരിക്കുന്ന പാറക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു നടപ്പാതയാണ്. ഈ പാത വളരെ വൃത്തിയായി ഒരുക്കിയിരിക്കുന്നു. വിനോദസഞ്ചാരികൾക്കായി DTPC ഒരുക്കിയ മറ്റൊരു വിനോദ വിരുന്നാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജായി ഇതറിയപ്പെടുന്നു. 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ഈ പാലം വിനോദസഞ്ചാരികൾക്ക് സവിശേഷമായ അനുഭവം നൽകുന്നു. പാലത്തിൻ്റെ അറ്റത്ത് 15 മീറ്റർ വീതിയുള്ള ഒരു പ്ലാറ്റ്ഫോമുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഉയർന്ന സാന്ദ്രതയുള്ള HDPE ബ്ലോക്കുകൾ കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 7 കിലോഗ്രാം ഭാരമുള്ള 1300 HDPE ബ്ലോക്കുകളാണ് ഈ പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. 100 കിലോഗ്രാം ഭാരമുള്ള 31 നങ്കൂരങ്ങളുടെ പിന്തുണയോടെ ഈ പാലം ബലപ്പെടുത്തിയിരിക്കുന്നു. കുതിര സവാരി ഇഷ്ടപ്പെടുന്നവർക്കായി കുതിരയും കുതിരക്കാരനും ഇവിടെ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 22 കിലോമീറ്ററും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ബേപ്പൂരിലെത്തിച്ചേരാം. ബേപ്പൂർ ചാലിയം തീരങ്ങളെ കൂട്ടിയിണക്കുന്ന ജങ്കാർ സർവീസ് സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. വാഹനവുമായി വരുന്നവർക്ക് അതിലിരുന്നു തന്നെ മറുകര എത്താനാവുമെന്ന സൗകര്യത്തിനൊപ്പം കടൽ കാഴ്ചകളും നല്ലൊരു അനുഭവം തന്നെയാകും. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ തുറമുഖ സംരക്ഷണത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ചാലിയം ലൈറ്റ് ഹൗസും മനോഹരമായ കാഴ്ചയാണ്. വൈകിട്ട് 4 മണിക്ക് ശേഷം സഞ്ചാരികൾക്കത് തുറന്നു നൽകുന്നു.